നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദൻ്റെ പ്രഭാത വന്ദനം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ജ്ഞാനശക്തി സമാരൂഢ തത്വമാല വിഭൂഷിത ഭുക്തിമുക്തി പ്രദാതാവ തസ്മൈ ശ്രീ ഗുരവേ നമ. നാം ഇപ്പോൾ 4-ാം അധ്യായം കർമ്മസന്യാസ യോഗത്തിൻ്റെ ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നാം 24-ാം ശ്ലോകം ശ്രദ്ധിച്ചു. കർമ്മം ഏതൊക്കെ വിധത്തിൽ കർമ്മം ചെയ്യുന്നു, അതിൻ്റെയൊക്കെ സവിശേഷതകൾ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നെല്ലാം ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശതപഥ ബ്രാഹ്മണത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു. നാം അവസാനമായി ശ്രദ്ധിച്ചത് ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ആഹൂതി ചെയ്യപ്പെട്ട ബ്രഹ്മഹവിസ് യഥാർത്ഥത്തിൽ ബ്രഹ്മമാകുന്ന ഹവിസല്ല, മറിച്ച് ബ്രഹ്മത്തിൽ അന്തർനിഹിതമായ പ്രകൃതിയാകുന്ന ഹവിസാണെന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞു. ഈ പറഞ്ഞതിനെ വേദത്തിൽ നിന്ന് തന്നെ പ്രമാണങ്ങൾ ഉദ്ധരിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞാൽ. വേദത്തിൽ നിന്ന് പ്രമാണങ്ങൾ എടുക്കുമ്പോൾ വ്യാസമഹർഷി തന്നെ ഈ ഗീതാ ശ്ലോകത്തിൻ്റെ, കഴിഞ്ഞ 24-ാം ശ്ലോകത്തിൻ്റെ ഘടനയ്ക്കായി ഏതൊരു വേദമന്ത്രത്തെ അവലംബിച്ചുവോ ആ വേദമന്ത്രമാണ് ഇനി നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. അഥർവവേദത്തിൽ ഒരു മന്ത്രം നമുക്ക് ശ്രദ്ധിക്കാം. ബ്രഹ്മഹോത ബ്രഹ്മയജ്ഞ ബ്രഹ്മണ ശരവോമിതാഹ അദ്യുരുർബ്രാഹ്മണോ ജാതോ ബ്രാഹ്മണോ അന്തർഹിതം ഹവീ. അഥർവവേദത്തിലെ 19-ാം അധ്യായത്തിൽ 42 അങ്ങനെയുള്ള ശ്ലോകമാണ് വരുന്നത്. ഇവിടെ സൃഷ്ടി യജ്ഞത്തിൻ്റെ ഹോതാവ്, ഉദ്ഘാതാവ് തുടങ്ങിയ ഋത്തിക്കുകളെല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഹവിസിനെ കുറിച്ച് പറയുന്നിടത്ത് മാത്രം ബ്രഹ്മണ അന്തർഹിതം ഹവി എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതായത് ബ്രഹ്മത്തിനുള്ളിൽ തന്നെ നിഹിതമായിരിക്കുന്ന മൂലപ്രകൃതിയാണ് ഹവിസായി മാറിയത്, അല്ലാതെ ബ്രഹ്മം തന്നെയല്ല എന്നർത്ഥം. സൃഷ്ടി കാരണങ്ങളെ 3ആയി തിരിക്കാം. ഒന്നാമത്തേത് നിമിത്തം, രണ്ടാമത്തേത് ഉപാദാനം, മൂന്നാമത്തേത് സാധാരണം. ആര് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉണ്ടാകുകയും ഉണ്ടാക്കാതിരുന്നാൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുവോ അയാളാണ് നിമിത്ത കാരണം. സ്വയം പരിണാമത്തിന് വിധേയമാകാതെ മറ്റൊന്നിനെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. അവസ്ഥാന്തരം പ്രാപിച്ചുണ്ടാവുകയും വിഘടിക്കുകയും ചെയ്യുന്നതോടെ അങ്ങനെ ചെയ്യുന്നത് ഏതാണോ അതാണ് ഉപദാന കാരണം. സാധാരണ കാരണം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന് വഴിയും സാധാരണ നിമിത്തവുമായതിനെയാണ്. ജഗത്തിൻ്റെ സൃഷ്ടി വിഷയമാകുമ്പോൾ അവിടെ പരമാത്മാവാണ് നിമിത്തമാകുന്നത്. ഉപദാന കാരണം സത്വരജസ് തമസിൻ്റെ സാമ്യ അവസ്ഥയാകുന്ന മൂലപ്രകൃതിയാണ്. ഈശ്വരൻ്റെ ജ്ഞാനം, ബലം, ക്രിയ, ഈക്ഷണം തുടങ്ങിയവയാണ് സാധാരണ കാരണങ്ങൾ. അഥർവത്തിൽ തൊട്ടടുത്ത മന്ത്രത്തിൽ ബ്രഹ്മസ്രൂച എന്ന് പറയുന്നു. അതായത് സ്രുവം തുടങ്ങിയ സാധാരണ കാരണങ്ങൾ ആ സൃഷ്ടി യജ്ഞത്തിൽ ബ്രഹ്മം തന്നെയായിരുന്നു. അതായത് ഈശ്വരൻ്റെ ഏതെല്ലാം ശക്തി വിശേഷങ്ങളാലാണോ സൃഷ്ടി സാധ്യമായത്
ആ സാധാരണ കാരണങ്ങളെയാണ് ശ്രുവാദി കരണങ്ങളാൽ സൃഷ്ടിയജ്ഞത്തിൽ അർത്ഥമാക്കുന്നത്. ഗീതാശ്ലോകത്തിലെ ബ്രഹ്മാർപ്പണം എന്ന പദവും ഇത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതായത് കാരണങ്ങൾ ഓരോന്നും പ്രതിപാദിച്ചുകൊണ്ട് സൃഷ്ടിയജ്ഞത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത്. വേദമന്ത്രത്തിലെ ബ്രഹ്മണോ അന്തർഹിതം ഹവി എന്നതിന് പകരം ബ്രഹ്മഹവി എന്ന് സ്വീകരിച്ചുകൊണ്ട് സ്വമേധ യജ്ഞ വിഷയകമായ ബ്രഹ്മത്തിൻ്റെ വ്യാപകത്തെക്കുറിച്ച് കൂടി പ്രതിപാദിക്കുന്നു. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇത് പറയാതെ പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ഗീതാശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രമല്ല, അതിനെ നാം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ശതപഥ ബ്രാഹ്മണവും യോഗസൂത്രവും പതഞ്ജലി മുനിയുടെ ഇതെല്ലാം നാം ശ്രദ്ധിച്ച് ഉദ്ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി 25-ാം ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഏവർക്കും ശുഭസുദിനം നേരുന്നു. ഗുരുപദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.